പശ്ചിമേഷ്യ വീണ്ടും യുദ്ധസാധ്യതയിലേക്ക് നീങ്ങുമ്പോഴും ഇറാനുമേൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സമ്പൂർണ്ണ വിജയം നേടുമെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. സെനറ്റർ ലിൻസെ ഗ്രഹാമിന് പിന്തുണ പ്രഖ്യാപിച്ചുള്ള ടെലിറാലിയിലാണ് ട്രംപ് നിർണായകമായ ഈ പ്രഖ്യാപനം നടത്തിയത്. മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്കിടെയാണ് യുദ്ധം വിജയിക്കുകയാണെന്ന ട്രംപിന്റെ ഉറച്ച വാക്കുകൾ. ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ മേഖല കടുത്ത അസ്ഥിരതയിലാണ്. ഏപ്രിൽ 7-ന് പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ ഫലപ്രദമാകാതെ വന്നതോടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലും ഇറാനും നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങളിലേക്ക് നീങ്ങിയത്. ജൂൺ 7-8 തീയതികളിൽ ബെയ്റൂട്ടിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണവും അതിന് മറുപടിയായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളും മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടു. ട്രംപിന്റെ സമ്പൂർണ്ണ വിജയം എന്ന അവകാശവാദം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ താൻ ഇറാനുമേൽ സമ്പൂർണ്ണ വിജയം കൈവരിക്കുമെന്നും ഈ വിജയപ്രഖ്യാപനം വളരെ വേഗത്തിൽ തന്നെ സംഭവിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ ആത്മവിശ്വാസത്തോടെയാണ് പ്രഖ്യാപിച്ചത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇറാൻ വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധമാണെന്നും അതിലൂടെ ആഗോളതലത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇറാൻ ഇപ്പോൾ ചർച്ചകളോട് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുന്നുണ്ടെന്നും എന്തു തന്നെയായാലും ഇറാന് ആണവായുധങ്ങൾ ലഭിക്കില്ലെന്ന അമേരിക്കയുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്നും ട്രംപ് ഊന്നി പറയുന്നുണ്ട്. ഇത്തരമൊരു കരാർ യാഥാർത്ഥ്യമായാൽ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിയുമെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെ തികഞ്ഞ സംശയത്തോടെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ നോക്കിക്കാണുന്നത്. യുദ്ധം അവസാനിപ്പിക്കുമെന്നും സമാധാനം കൊണ്ടുവരുമെന്നും ട്രംപ് നേരത്തെ പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും നിലവിലെ സങ്കീർണമായ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഒരു ശാശ്വത സമാധാനം എന്നത് എത്രത്തോളം പ്രായോഗികമാണെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. ഒരേ സമയം നയതന്ത്ര ചർച്ചകൾക്ക് മുൻതൂക്കം നൽകുകയും എന്നാൽ മറുഭാഗത്ത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പോരാട്ടങ്ങൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെറും വാക്കുകൾക്കപ്പുറം ട്രംപിന്റെ ഈ സമ്പൂർണ്ണ വിജയം എന്ന പ്രഖ്യാപനം എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെയുള്ളതാണെന്ന കാര്യത്തിൽ വിദഗ്ധർക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തലിനെ കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടുണ്ടെങ്കിലും ഇറാന്റെയോ ഹിസ്ബുള്ളയുടെയോ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനമുണ്ടായാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുമെന്നതും സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ്. സമാധാനം സ്ഥാപിക്കുന്നതിന് മധ്യസ്ഥത വഹിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രായേലിന്റെ കർക്കശമായ നിലപാടുകൾക്കിടയിൽ വലിയ വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത്. ലോകത്തിന്റെ ഊർജ്ജ വിതരണ ശൃംഖലയുടെ നട്ടലായ ഹോർമുസ് കടലിടുക്കിൽ US സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ സംഭവം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ക്രൂവിനെ രക്ഷപ്പെടുത്തിയെങ്കിലും ഇവിടത്തെ തടസ്സങ്ങൾ ആഗോള ഇന്ധന വിപണിയെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ പലാവു പതാകയുള്ള എണ്ണ ടാങ്കറിനെ US സൈന്യം പിടിച്ചെടുത്തതും ഇറാനുമായുള്ള തർക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന യുദ്ധസമാനമായ സാഹചര്യത്തിൽ ആഗോള സമൂഹം വലിയ ആശങ്കയിലാണ്. അമേരിക്കയിലെ സംഘർഷം നിയന്ത്രണാതീതമാകുന്നത് തടയാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള അടിയന്തര ഇടപെടലുകൾക്കായി സൗദി അറേബ്യ, ഈജിപ്ത്, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ ഇരുപക്ഷത്തോടും സംയമനം പാലിക്കാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം മേഖലയെ ഒന്നാകെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന ഭയമാണ് ഇരു രാജ്യങ്ങളും പങ്കുവയ്ക്കുന്നത്. അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ നടന്ന നിർണായക ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഇറാന്റെ UN അംബാസഡർ അമീർ സെയ്ദ് ഇരവാനി വളരെ ക്രിയാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. സൈനിക നീക്കങ്ങൾക്കപ്പുറം നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെയും കൂടിയാലോചനകളിലൂടെയും എത്രയും വേഗം ഈ സംഘർഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയുണ്ടായി. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം സമാധാനത്തിന് വേണ്ടി വാദിക്കുകയും ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം നയതന്ത്ര ചർച്ചകൾക്ക് എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകുമെന്നും ആഗോള സമൂഹത്തിന്റെ സമ്മർദ്ദം യുദ്ധം ഒഴിവാക്കാൻ സഹായിക്കുമെന്നുമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ ഈ സാഹചര്യത്തിൽ വരും രണ്ടാഴ്ചകൾ അതീവ നിർണായകമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ സജീവമാകുമെന്നതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയെങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ആണവ കരാറിലേക്ക് എത്തുകയാണെങ്കിൽ അത് ആഗോള ഇന്ധന വിപണിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും എണ്ണവിലയിൽ ഗണ്യമായ ഇടിവുണ്ടാക്കുകയും ചെയ്യും. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസം നൽകുന്ന ഒന്നായിരിക്കും. അതേസമയം ലെബനനിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ തുടരുന്ന സംഘർഷങ്ങൾ മേഖലയിലെ ശാശ്വതമായ സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി തുടരുകയാണ്. ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ യാഥാർത്ഥ്യമാകുമോ അതോ വെറും രാഷ്ട്രീയ പ്രസ്താവനകളായി അവസാനിക്കുമോ എന്നത് വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളിലെയും യുദ്ധക്കളത്തിലെ സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. ഏതായാലും യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ സാധാരണ ജനങ്ങൾ ഇപ്പോൾ വലിയൊരു ആശങ്കയിലാണ്. ഒരുപക്ഷെ തങ്ങളുടെ ഭാവി തീരുമാനിക്കപ്പെടാൻ പോകുന്ന ഈ നിർണായക ദിവസങ്ങളിൽ സമാധാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലും അനിശ്ചിതത്വത്തിന്റെ കാത്തിരിപ്പിലുമാണ് അവർ.